വ്യത്യസ്തനാമൊരു പിണറായി വിജയനെ സത്യത്തിൽ കോൺഗ്രസ് തിരിച്ചറിഞ്ഞില്ല. ഇതിപ്പോൾ പാടാൻ കാരണമുണ്ട് കേട്ടോ. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി ഇപ്പോൾ ഗോൾ അടിച്ചിരിക്കുന്നത് മന്ത്രി വി ശിവൻകുട്ടിയാണ്. വി ശിവൻകുട്ടി കൃത്യമായ സമയത്ത് തന്നെയാണ് ഈ ഗോൾ അടിച്ചിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. ഒരു 6ഓളം ചോദ്യങ്ങൾ കോൺഗ്രസിന്റെ മുമ്പിലേക്ക് ശിവണ്ണൻ അങ്ങ് എറിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്ക് വഴിയാണോ എറിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് എങ്കിലും ആ ചോദ്യം സത്യത്തിൽ കോൺഗ്രസിന്റെ നെഞ്ചത്ത് ആണി തറയ്ക്കുന്നത് പോലെയാണ്. എന്തിനാണ് പോറ്റി സോണിയയെ കണ്ടത്? ആരാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയത്? എന്തായിരുന്നു ഈ കൂടിക്കാഴ്ചയുടെ വിഷയം? പോറ്റി നൽകിയ എന്തെങ്കിലും ഉപഹാരം സോണിയാഗാന്ധി കൈപ്പറ്റിയിട്ടുണ്ടോ? ഒന്നിലധികം തവണ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓരോ തവണയും എന്താണ് ഇവർ തമ്മിൽ ചർച്ച ചെയ്തത്? ഇതാണ് ശിവണ്ണൻ ചോദിച്ച ചോദ്യം. ഇത് കേട്ടതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും തെറ്റു പറയാൻ പറ്റുമോ? ഒരു തെറ്റും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശിവണ്ണൻ ചോദിച്ചതെല്ലാം സത്യമാണ്. അപ്പോൾ മുമ്പ് നമ്മൾ എന്തിനാണ് മുഖ്യമന്ത്രിയെ പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ കാര്യം ആലോചിക്കാൻ കൃത്യമായ കാരണങ്ങളുണ്ട്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വന്നതിന് ശേഷം ഒന്നും ഉരിയാടുന്നില്ല എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ഒന്നടങ്കമുള്ള ആക്ഷേപം മുഴുവനും, ആരോപണം മുഴുവനും. ഇപ്പോൾ മുഖ്യമന്ത്രി അങ്ങ് വാ തുറന്നതോടുകൂടി കോൺഗ്രസ് നേതാക്കൾക്ക് കമ എന്ന അക്ഷരം മിണ്ടാനില്ല. ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത രീതിയിൽ തളച്ചു, മണിച്ചിത്രത്താഴിട്ട് പൂട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇപ്പൊ KC വേണുഗോപാലിനൊന്നും പറയാനില്ല, ചെന്നിത്തലയ്ക്കൊന്നും പറയാനില്ല, VD സതീശനും ഒന്നും പറയുന്നില്ല. അപ്പൊ അതിൻ്റെ ഇടയിൽ തന്നെ ശിവണ്ണൻ ചോദിക്കുന്നുണ്ട്, ഈ 3 പേർക്കും ലേശ ആർജവമൊക്കെ ഉണ്ടെങ്കിൽ പറയടവേ, എന്താണ് ഇതിന് മറുപടി എന്നുള്ളത്? ഞങ്ങളുടെ മുഖ്യം പറഞ്ഞു കൃത്യമായിട്ട് ഞങ്ങൾ എപ്പോഴാണ് കണ്ടത്, എന്തിനാണ് കണ്ടത് എന്നൊക്കെ മുഖ്യം പറഞ്ഞല്ലോ. ഇനി നിങ്ങളുടെ വായിന്ന് പോരട്ടെ എന്നാണ് പറഞ്ഞത്. ഇതിനിടയിൽ നമ്മുടെ ചാണ്ടി ഉമ്മനും PC വിഷ്ണുനാഥും പലപ്പോഴായിട്ടൊരു പാട്ടങ്ങ് പാടി, വളരെ വൈറലായിട്ടുള്ള ആ പാട്ട്, പോറ്റിയേ കേറ്റിയേ, അത് തന്നെ ആ പാട്ട് പാടുകയും ചെയ്തു. ഇതിപ്പോൾ കയ്യിലിരിക്കുന്ന വടി അങ്ങോട്ട് കൊടുത്ത് തിരിച്ച് അടി വാങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുചെന്ന് അങ്ങോട്ട് എത്തിച്ചു എന്ന് പറഞ്ഞാൽ മതി. ഈ പറയുന്ന പാട്ട് പാടി വലിയ ഷൈൻ ചെയ്യലൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴാണ് ചെന്നിത്തല വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം പറഞ്ഞത്. സത്യത്തിൽ ചെന്നിത്തലയുടെ ചൊറിച്ചിൽ എന്ന് പറയുന്നത് തനിക്ക് മുഖ്യമന്ത്രി കസേര കിട്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചുള്ള ആശങ്കയാണ്. പക്ഷേ വെച്ചത് സ്വന്തം പാർട്ടിക്ക് തന്നെയുള്ള ഒരു കുരിശാണ് എന്ന് പറയാതെ വയ്യ. എന്തായാലും ഈ പാട്ടൊക്കെ പാടി അങ്ങ് വൈറലായി മാറിയിട്ടുള്ള PC വിഷ്ണുനാഥ്, ചാണ്ടി ഉമ്മൻ എന്നിവരെ ഒന്നും ഇപ്പോൾ എന്തായാലും കാണാനില്ല. അതിനിടയിലാണ് ഈ കാണാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ എന്നുള്ളൊരു ആലോചനയുണ്ട് എനിക്ക്. കാരണം നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ ഈ അടുത്തായിട്ടൊന്നും കാണാനില്ല, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും പറയാനില്ല. ഇനി അദ്ദേഹം ഈ സംസ്ഥാനത്ത് ഇല്ലേ ആവൂ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പറയണം. കാരണം ഈ ഒരു നിർണായകമായിട്ടുള്ള സാഹചര്യത്തിൽ സ്വന്തം പാർട്ടിക്കെതിരെ ചെന്നിത്തല, മുതിർന്ന നേതാവായിട്ടുള്ള ചെന്നിത്തല തന്നെ പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മറുപടി കേരളക്കരയ്ക്ക് കേൾക്കേണ്ടത് തന്നെയാണ്. കാരണം ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇദ്ദേഹം പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിച്ചത് UDF കൺവീനർ അടൂർ പ്രകാശും ആന്റോ ആന്റണി MP-യും ഒക്കെ ചേർന്നാണെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇവർക്ക് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല എന്നാണ് ചെന്നിത്തല പ്രതികരിച്ചത്. അപ്പോൾ മാത്രമല്ല ഇതിൽ മറ്റു ചില കാര്യങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് മുഖ്യമന്ത്രി പോറ്റിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്നുള്ളത് പറയുന്നുണ്ട് ഗോവിന്ദൻ. പക്ഷെ ഗോവിന്ദൻ പറയുന്നതിലൊന്നും നമുക്ക് വലിയ കാര്യമായിട്ട് എടുക്കാൻ കഴിയില്ല. 2016 മുമ്പ് നടന്നിട്ടുള്ള സംഭവമാണിത്. ഈ സോണിയാഗാന്ധി പോറ്റി ബന്ധം, അഭേദ്യമായിട്ടുള്ള ബന്ധം. അതിനിടയിലാണ് സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ ഒരു മ്യൂസിയം ഉണ്ട് എന്ന് പറയുന്നത്. ഇതേ സമയം തന്നെ ഡി-മണിയും ഇതിലേക്ക് വരുന്നുണ്ട്. ഡി-മണിയെ കിട്ടുമ്പോഴും ഇവർക്കൊന്നും പറയാനില്ല. ഇപ്പോൾ വളരെ കോൺഗ്രസ് ക്യാമ്പ് വളരെ നിശബ്ദമായിട്ടിരിക്കുകയാണ്. ഏത് വഴി അടി പറന്നു വരും എന്നുള്ളത് അവർക്ക് അറിയാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഗാന്ധി കുടുംബവുമായിട്ട് അടുത്ത ബന്ധമുള്ള KC വേണുഗോപാൽ അറിയാതെ
ഇത്തരം ഒരു കൂടിക്കാഴ്ച നടക്കുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? അപ്പോൾ ശിവണ്ണൻ ചോദിച്ചത് സത്യത്തിൽ KC വേണുഗോപാലിനുള്ള ഒരു ആണിയടിയാണോ? ഇനി ശിവണ്ണന് താല്പര്യക്കുറവുണ്ടോ KC വേണുഗോപാലിന്? സ്വാഭാവികമായി എതിർ പാർട്ടി ആണെങ്കിലും ഇത്രയൊക്കെ വ്യക്തിവൈരാഗ്യം പാടുമോ എന്ന് എനിക്കറിയില്ല. കിട്ടിയ അവസരത്തിന് നല്ലൊന്നാന്തരം ചാമ്പ് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഈ ഒരു മുതിർന്ന നേതാക്കൾക്ക് പോലും അപ്പോയിൻമെൻ്റ് എടുക്കാതെ സോണിയാഗാന്ധിയെ കാണാൻ കഴിയില്ല എന്നിരിക്കെയാണ് പോറ്റി അവിടേക്ക് കയറി ചെല്ലുന്നതും സോണിയാഗാന്ധിയുടെ കയ്യിൽ രക്ഷയായിട്ട് ഒരു ചരടൊക്കെ കെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും മുഖ്യൻ്റെ കയ്യിലൊന്നും നമ്മളാരും ചരടും കണ്ടിട്ടില്ല, ഒന്നുമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കാനൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല കേട്ടോ. കാരണം മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ നൽകിയിട്ടുള്ള നിവേദനത്തെ തുടർന്ന് ബംഗളൂരു ഭീമ ഗോൾഡ് കേരള പോലീസിന് ആംബുലൻസ് കൈമാറുന്ന ചടങ്ങിലാണ് അദ്ദേഹം പങ്കെടുത്തത്. അതിനിടയിലേക്ക് നുഴഞ്ഞു കയറി വന്ന് പോറ്റി മുഖ്യനെ കാണുകയും മുഖ്യനൊന്ന് തോളത്ത് തട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെന്ത് തെറ്റ് നമുക്ക് പറയാൻ പറ്റും? പക്ഷെ അതുപോലെയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതുപോലെയാണോ ആ സമയത്ത് 2016 മുമ്പ് പോറ്റി വളരെ കൃത്യമായിട്ട് സോണിയാഗാന്ധിയെ അവിടെ ചെന്ന് ന്യൂഡൽഹിയിൽ ചെന്ന് കാണുകയും രക്ഷയൊക്കെ കെട്ടിക്കൊടുക്കുകയും ചെയ്തത്? ഇതിനിടയിൽ 2 തവണ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഈ 2 തവണയും പോറ്റി സോണിയാഗാന്ധിയെ കാണണമെന്നുണ്ടെങ്കിൽ പോറ്റിയുമായിട്ട് സോണിയാഗാന്ധിക്ക് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ടാകും. ആ അഭേദ്യമായ ബന്ധത്തിന് ആരാണ് മൂലകാരണം എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മുടെ ശിവണ്ണൻ കയറി വീണ്ടും ഗോളടിക്കുന്നത്. KC അറിയാതെ ഇത് എങ്ങനെ സംഭവിക്കും? KCക്കാണല്ലോ അവിടെ പിടി ഉള്ളത്. ആ പിടി മുറുക്കിയതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഈ LDF കാലഘട്ടത്തിലല്ല, അതിനു മുമ്പേ അവിടെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത കൂടി തുറന്നു കാണിക്കുന്നുണ്ട്. ഫലത്തിൽ മുഖ്യമന്ത്രി ഇപ്പോൾ വാ തുറന്ന് ചോദിച്ച കാര്യം, മുഖ്യമന്ത്രിയാണ് ഈ കാര്യത്തെക്കുറിച്ച് സോണിയാഗാന്ധിയുമായി പോറ്റി കണ്ടതിനെക്കുറിച്ച് കൃത്യമായിട്ട് ചോദിച്ചത്. അതിന് ആധാരമായത് നമ്മുടെ ചെന്നിത്തലയുടെ കോൺഗ്രസ് നേതാവ് ചെന്നിത്തലയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ്. അപ്പോൾ കൃത്യമായ സമയത്ത് വേണ്ട രീതിയിൽ വേണ്ട വാക്കുകൾ ഉപയോഗിച്ച് ശത്രുപാളയത്തിലേക്ക് ആണിയടിക്കാനുള്ള കഴിവ് നമ്മുടെ മുഖ്യനുണ്ട് എന്നുള്ളത് അദ്ദേഹം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അദ്ദേഹം വെറുതെ ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ പറയുന്നത്, ഊരിപ്പിടിച്ച വടിവാളുകൾക്കിടയിലൂടെ ഞാൻ നടന്നു പോയിട്ടുണ്ട് എന്നൊക്കെ. എന്തായാലും ഇത്രയും കാലമൊക്കെ രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞൊക്കെ നിൽക്കണം, ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് 2ാമതും ഒക്കെ കയറി ഇരിക്കണം, ഇനിയിപ്പോൾ 3ാമതും ഇരിക്കാൻ പോവുകയാണ് എന്നൊക്കെ കേൾക്കുന്നു. അങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് തികഞ്ഞൊരു കുശാഗ്ര ബുദ്ധി ഉണ്ടാകണം. ആ കുശാഗ്ര ബുദ്ധി സത്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടുപഠിക്കണം. കാരണം എത്ര കൃത്യമായിട്ടാണ് LDFനെതിരെ വന്നുകൊണ്ടിരുന്ന ആ ഒരു ആരോപണം UDF പാളയത്തിലേക്ക് അദ്ദേഹം ഇട്ട് കൊടുത്തത്. അദ്ദേഹത്തിന് ചുവട് പിടിച്ചുകൊണ്ട് ഇപ്പോൾ ശിവൻകുട്ടിയും ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക വഴി ഇപ്പോൾ ചർച്ചാ വിഷയമായത് മുഴുവനും എന്താണ്? ഡീമണിയെ കണ്ടതും കാര്യങ്ങളും എല്ലാം അവിടെ നിൽക്കുമ്പോൾ പോലും ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ചെന്ന് നിൽക്കുന്നത് UDF പാളയത്തിലാണ്. അന്തനാൾ മുതൽ ഈ ഒരു കൊള്ളയ്ക്കുള്ള ശ്രമം നടന്നിരുന്നു. അത് സംഘടിതമായിട്ട് ഇവർ ചേർന്ന് നടത്തി എന്നുള്ള തരത്തിലേക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ മുഖ്യൻ സത്യത്തിൽ കൈ കഴുകി മക്കളെ. കാരണം ഇതിൽ LDF നേതാക്കൾ ഉണ്ടെങ്കിൽ അവരെല്ലാവരും തന്നെ അറസ്റ്റിലാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കടമ നിർവഹിച്ചു എന്ന് വേണമെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു നിൽക്കാനായിട്ട് ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കഴിയും. പക്ഷേ കോൺഗ്രസ്സിന് അങ്ങനെയല്ല. കോൺഗ്രസ്സിന് കുഴിച്ച കുഴിയിൽ വീണിരിക്കുന്ന ഒരവസ്ഥയുണ്ട്, പിടഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് ഉത്തരം പറയേണ്ടി തന്നെ വരും.